പെൺകുട്ടികൾ പല പല വീഡിയോകൾ ചെയ്ത് വൈറലാകാൻ പറ്റാതെ 10 പേർ അറിയാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ അവർ ഏതെങ്കിലും ഒരു പുരുഷനെ തിരഞ്ഞെടുക്കുന്നു. അത് ട്രാൻസ്പോർട്ട് ബസ്സിലോ പ്രൈവറ്റ് ബസ്സിലോ കയറി പുരുഷന്മാർക്കെതിരെ അവരെ ഏതെങ്കിലും രീതിയിൽ തട്ടുകയും മുട്ടുകയും ചെയ്ത് കഴിയും. ഈ വീഡിയോയിൽ വ്യക്തമാണ്. ആ പെൺകുട്ടി അയാളുടെ മുഖം ദീപകിൻ്റെ മുഖം കാണിക്കുമ്പോൾ ഇയാളുമായിട്ട് ഒരുപാട് ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം മുട്ടുന്നു എന്ന് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൈയോട് ചേർന്ന് തിരിഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തോട് തിരിഞ്ഞു നിന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലെ മുട്ടുഭാഗത്ത് മാരടം കൊണ്ട് ഉരസുകയാണ്. അപ്പോൾ പെൺപിള്ളേർ ഇങ്ങനെ ഉരസുകയും മുട്ടുകയും ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ഉടനെ കാര്യം ഈ വീഡിയോ എടുക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല. ഈ പുറകിൽ നിന്ന് വീഡിയോ എടുക്കുന്നതോ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഒരു അപ്സ ഉണ്ടായിരുന്നു. ആ അപ്സ ഇതേപോലെയാണ് ചെയ്തത്. അപ്പോഴും ഞങ്ങൾ DGPക്ക് പരാതി കൊടുത്തു. അന്ന് ഈ നടപടി പോലീസ് എടുത്തിരുന്നു എങ്കിൽ ഇന്ന് ഈ അമ്മയ്ക്കും അപ്പനും ഈ മകനെ നഷ്ടപ്പെടില്ലായിരുന്നു. കാരണം ഒരു മകനേ ഉള്ളൂ. മകനായിട്ടും മകളായിട്ടും ഈ ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമേ ഇവിടെ ഈ വീട്ടിലുള്ളൂ. അപ്പോൾ ഈ അപ്പനും അമ്മയും സുഖമില്ലാത്തവർ എങ്ങനെയാണ് ഇനിയുള്ള ശിഷ്ടകാലം ജീവിക്കുന്നത്? എന്തുമാത്രം അവരുടെ വേദന ഉണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അത് ആണായാലും പെണ്ണായാലും ശരി, അത് കുറച്ചൊക്കെ മനസ്സിലാക്കണം. ഇനി ഇതുപോലുള്ള റീച്ച് ആവാൻ വേണ്ടി അല്ലെങ്കിൽ വൈറലാവാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ അത് ഞങ്ങൾ ശക്തമായിട്ട് നേരിടും. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായില്ല എങ്കിൽ നിയമം ഞങ്ങൾ എടുക്കേണ്ടി വരും. അതേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മൾ പുരുഷാവകാശ കമ്മീഷൻ വേണമെന്ന് 10 വർഷമായി പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. മനസ്സിലായി? ഇപ്പോഴാണ് മാധ്യമങ്ങൾ പോലും ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്. പുരുഷാവകാശ കമ്മീഷൻ വേണം, KSRTC ബസ്സിൽ പുരുഷന്മാർക്ക് സംവരണം വേണം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാൽ പെൺകുട്ടികളെല്ലാം സ്ത്രീകളുടെ അവരുടെ സംവരണ സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നാൽ പോലും നേരെ വന്ന് ജനറൽ സീറ്റുകൾ വന്നിരിക്കും. എന്നാൽ അവർ ഇരുന്നോട്ടെ, പക്ഷേ ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കാതിരിക്കണം. അല്ലേ? ഒരു മനുഷ്യൻ്റെ ജീവൻ, അത് പെണ്ണായാലും ആണായാലും ഒരു ജീവനാണ്. അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട്. അതും കൂടി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെയാണ് പെൺകുട്ടികൾ വീഡിയോ എടുത്തിട്ട് വൈറലാവാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. ഇതൊക്കെ നമുക്ക് വാക്കുകൾ വളരെയധികം മോശമായിട്ടാണ് വരുന്നത്. ഇന്ന് ആ അപ്പൻ്റെ അമ്മയുടെയും കരച്ചിൽ കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് അവിടെ നിന്ന് അവരോട് സംസാരിക്കാൻ ഇതേവരെ പറ്റിയിട്ടില്ല. കാര്യം അവരോട് ഞാൻ സംസാരിച്ചാൽ ഞാൻ കരഞ്ഞു പോകും. അതാണ് സ്ഥിതി. അത്രത്തോളം കരഞ്ഞതുകൊണ്ട് ആ അപ്പനും അമ്മയുടെ അടുത്ത് ഇപ്പോഴും എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്തുകൊണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മനസ്സ് ഇത്രയും മൃഗീയമായി പോകുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വളരെയധികം വിഷമമുണ്ട്. പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. പോലീസിന് FIR ഇട്ട് വേറൊരു പുരുഷനായിരുന്നെങ്കിൽ, ഒരു പെണ്ണാണ്, ഒന്നും വേണ്ട, ദീപക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇതുപോലെ കൊല്ലേണ്ട ഒരു മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ദീപക് ഇവിടെ കിടന്നുറങ്ങുമായിരുന്നു. ഇപ്പോൾ സെൻട്രൽ ജയിലിലായനായിരുന്നു. അല്ലേ? അതെന്തുകൊണ്ട് നേരെ തിരിച്ചുണ്ടാകണം. ജീവനെല്ലാം ഒരേപോലെയാണ്, ആണായാലും പെണ്ണായാലും. ആ നടപടി ഉണ്ടാവണം. അതുണ്ടാക്കിയിട്ടേ ഇനി പോകുന്നുള്ളൂ. ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നിരാകരണ സമരത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. സ്റ്റേഷൻ പിക്കറ്റിംഗ് ഉൾപ്പെടെ, മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും.